വൺ പീസ് ലോകത്തിൽ പൈററ്റ്സുകൾ മാത്രമല്ല ശക്തരായവർ, പകരം അവരെ നേരിടാൻ നിലകൊള്ളുന്ന മറ്റൊരു സേനാ വിഭാഗമുണ്ട്. അവരാണ് മറൈൻസ് അഥവാ കൈഗുൻ എന്നത്. നീതിക്കായി പോരാടുന്ന ഇവർ സത്യത്തിൽ നീതി നടപ്പിലാക്കുന്നവർ തന്നെയാണോ, അതോ വേൾഡ് ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന വെറുമൊരു പാവ സൈനികർ മാത്രമാണോ? ഇതാണ് ഭൂരിഭാഗം വൺ പീസ് ആരാധകരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ് മറൈൻസിന്റെ അവസ്ഥ. അതിൽ തന്നെ നല്ലവരും കെട്ടവരും നിലകൊള്ളുന്നതിനാൽ മറൈൻസ് എന്നത് സത്യത്തിൽ വെറുമൊരു ചാവേർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇന്നത്തെ വീഡിയോയിൽ വൺ പീസിലെ മറൈൻസിന്റെ ചരിത്രവും അതിലെ പ്രബലരായ ഓഫീസേഴ്സിനെ പറ്റിയും അവരുടെ ലക്ഷ്യം, കൂടാതെ അവരിൽ മറഞ്ഞിരിക്കുന്ന ചില നിഗൂഢതകൾ എന്തെല്ലാമാണെന്ന് ഒന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഹൈപ്പ് കൂടി ചെയ്തേക്കുക. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ജോയ് ബോയുടെ പൈററ്റ് യുഗത്തിന് ശേഷം ലോകം പിടിച്ചടക്കിയ നെറോണയിമു തനിക്കെതിരായി നിൽക്കുന്നവരെയും ചില ഗോത്രങ്ങളെയും മറ്റ് ഹൈ നോബിൾസിന്റെ അഥവാ സെലസ്റ്റിയൽ ഡ്രാഗൻസിന്റെ എല്ലാം സുരക്ഷയ്ക്കായി നിലവിൽ കൊണ്ടുവന്നൊരു നാവിക വിഭാഗമാണ് കൈഗുൻ എന്നത്. ഫൈവ് എൽഡേഴ്സ് എന്ന ഇമുവിന്റെ 5 കൂട്ടാളികൾ ചേർന്ന് ആ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇവരെ ആ ഒരു ലോകത്തിന്റെ എല്ലാ ദിശകളിലേക്കും വ്യാപിപ്പിച്ചു. അതിനാൽ റെഡ് ലൈനിന് 4 ദിക്കിലും അഥവാ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നിങ്ങനെയുള്ള എല്ലാ നീല സമുദ്രത്തിലും ഇവരുടെ പാട്രോളിംഗ് എപ്പോഴും സജീവമാക്കി. ഓരോ ദിക്കിലും ഇവരുടെ റീജിയണൽ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ മറൈൻസിന്റെ എല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും തീരുമാനമെടുക്കുന്നതുമായ ഇവരുടെ ഓഫീസിനെയാണ് മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഗ്രാൻഡ് ലൈൻ എന്ന് വിശേഷിപ്പിക്കുന്നിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ G1 ബേസ് ഗ്രാൻഡ് ലൈനിന്റെ ഫസ്റ്റ് ഹാഫിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അതായത് റെഡ് പോർട്ടിനും സബോഡിക്കും ഇടയിലുള്ള പാരഡൈസ് എന്ന റീജിയനിലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂ വേൾഡ് എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് ലൈനിന്റെ സെക്കൻഡ് ഹാഫിലായിട്ടാണ് കാണപ്പെടുന്നത്. അഥവാ ന്യൂ മറൈൻ ഫോർഡ് എന്നാണ് ഈ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിനെ അറിയപ്പെടുന്നത്. ഇനി മറൈൻസിലെ ചില റാങ്കിങ്ങുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമതായി സീമൻ ആണ്. ആദ്യമായി മറൈനിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ റാങ്കാണ് സീമൻ എന്നത്. ഇതിൽ തന്നെ സീമൻ അപ്രന്റൈസ്, സീമൻ എസ് അഥവാ സീമൻ ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെ 2 കടമ്പകൾ കൂടി ഇവർക്കുണ്ട്. ഇങ്ങനെ സ്ഥാനക്കയറ്റം കിട്ടുന്നവർക്ക് പിന്നീട് ലഭിക്കുന്ന റാങ്കാണ് ലിeutenants, ക്യാപ്റ്റൻ, കോമഡോസ് എന്നിങ്ങനെ. ഇതിനു മുകളിലാണ് വൈസ് അഡ്മിറൽ എന്ന പദവി. വൈസ് അഡ്മിറൽ പദവിയിലിരിക്കെ അതിൽ നിന്നും ശക്തരായ 3 പേരെ അഡ്മിറൽ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യും. ഇവരിൽ നിന്നും അഥവാ അഡ്മിറൽസിൽ നിന്നും ശക്തനായ അഥവാ അധികം എക്സ്പീരിയൻസ് ഉള്ള നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയാവും മറൈൻസിന്റെ ഏറ്റവും വലിയ റാങ്കായ ഫ്ലീറ്റ് അഡ്മിറൽ എന്ന പദവിയിലേക്ക് തിരഞ്ഞെടുക്കുക. ഫ്ലീറ്റ് അഡ്മിറൽ ആണ് ഈ എൻറ്റയർ മറൈൻസിനെ നയിക്കുന്നതും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും. കൂടാതെ ഫൈവ് എൽഡേഴ്സിനെ കാണാനും അവരുമായി ചർച്ചകളിൽ ഏർപ്പെടാനും സാധിക്കുകയുള്ളൂ. മറൈൻസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ, എന്തിന് വൺ പീസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ശക്തനായ മറൈൻ ഓഫീസർ എന്നറിയപ്പെടുന്നത് വൈസ് അഡ്മിറൽ ഗാർപ്പാണ്. പലതവണ വൈസ് അഡ്മിറൽ എന്ന പദവിയിൽ നിന്നും പ്രൊമോഷൻ ലഭിച്ച് ഫ്ലീറ്റ് അഡ്മിറലായി മാറേണ്ടിയിരുന്ന ആ മനുഷ്യൻ ആ പ്രൊമോഷനെ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. വേൾഡ് ഗവൺമെന്റിന്റെ ഒരു പപ്പറ്റായി മാറാൻ താല്പര്യമില്ലാത്തതിനാലാണ് ആ ഒരു ഉയർന്ന പൊസിഷൻ പോലും വേണ്ടെന്ന് വെച്ച് വൈസ് അഡ്മിറൽ എന്ന സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത്. പൈററ്റ് കിങ് ഗോൾഡ് റോജറിന്റെ എക്കാലത്തെയും ഒരു വേർത്തി ഒപ്പോണന്റ് ആയിരുന്നു ഗാർപ്പ് എന്നത്. പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഇരുവരും മികച്ചതായതിനാൽ, എസ്പെഷ്യലി രണ്ടുപേരും ഒരു ഡെവിൾ ഫ്രൂട്ടിന്റെയും യൂസർ അല്ല. മാത്രമല്ല വെറും ഹാക്കി ഉപയോഗിച്ച് ആ ലോകത്തെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുത്തവരിൽ പ്രാധാന്യം വഹിക്കുന്ന 2 പേരാണ് ഗാർപ്പും റോജറും ഒക്കെ. ഗോട്ട് വാലി ഇൻസിഡന്റിലൂടെ ഡോമി റിവേഴ്സിൽ അകപ്പെട്ട റോക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ ഗാർപ്പ് റോജറിനൊപ്പം പങ്കുചേർന്നിരുന്നു. ഇരുവരും ചേർന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പൈററ്റിനെ ഡിഫീറ്റ് ചെയ്തതോടെ ഗാർപ്പിന് ലഭിച്ചൊരു വിളിപ്പേരാണ് ഹീറോ ഓഫ് ദ മറൈൻസ് എന്നത്. രണ്ടാമത്തേതാണ് സെങ്കോക്കു. ഗാർപ്പിന്റെ കൂട്ടുകാരനും അദ്ദേഹത്തിന്റെ കൊളീഗുമായ ഈ മനുഷ്യൻ ഗാർപ്പിനെ പോലെ തന്നെ ശക്തനായൊരു മറൈനാണ്. ഗാർപ്പിന് നൽകിയ ഫ്ലീറ്റ് അഡ്മിറൽ സ്ഥാനം സെങ്കോക്കുവിന് വേണ്ടി അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതോടെയാണ് സെങ്കോക്കു മറൈൻസിന്റെ ഫ്ലീറ്റ് അഡ്മിറലായി മാറിയത്. ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ കൂടിയായ ഇദ്ദേഹത്തിന്റെ ട്രൂ പൊട്ടൻഷ്യൽ മറൈൻ ഫോർഡ് വാറിൽ കാണാൻ സാധിച്ചു. കൂടാതെ ഹാക്കി പവേഴ്സും അറ്റൈൻ ചെയ്തിട്ടുള്ളതിനാൽ വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കുക എന്നത് ഒരിക്കലും സാധ്യമല്ല. ഗോൾഡൻ ബുദ്ധ എന്നാണ് മറൈൻസിനിടയിൽ, എന്തിന് ലോകം മുഴുവൻ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മറൈൻ ഫോർഡിന് ശേഷം അദ്ദേഹം തന്റെ സ്ഥാനം രാജിവെക്കുകയും പുതിയ ജനറേഷനായി അത് നൽകുകയും ചെയ്തു. ഇവർ 2 പേരുമാണ് മറൈൻസിനിടയിലെ അതിശക്തരായ 2 ഓഫീസേഴ്സ്.
പ്രിൻസസ്. ഇനി ഇപ്പോഴത്തെ ജനറേഷനിൽ അഡ്മിറൽസ് എന്ന് പറയുന്നത് ഫിജിറ്ററ, കിസാരു, അരാമാക്കി എന്നിവരാണ്. കൂടാതെ ഇവരെ നയിക്കുന്നത് ഇപ്പോഴത്തെ ഫ്ലീറ്റ് അഡ്മിറൽ അക്കൈനു ആണ്. മറൈൻഫോർഡ് വാറിന് ശേഷം സെങ്കോക്കു കുസാനെ ഫ്ലീറ്റ് അഡ്മിറൽ സ്ഥാനത്തേക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നുവെങ്കിലും ആ സ്ഥാനത്തെ ചൊല്ലി അക്കൈനു തർക്കം സൃഷ്ടിച്ചതോടെ പങ്ക് ഹസാഡിൽ ഇരുവർക്കുമിടയിൽ അതൊരു പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. 10 ദിവസം നീണ്ടുനിന്ന ആ പോരാട്ടത്തിൽ അക്കൈനു വിജയിക്കുന്നതോടെ അയാൾ ഫ്ലീറ്റ് അഡ്മിറൽ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ആവുകയും അക്കൈനുവിന്റെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത കുസാൻ തന്റെ അഡ്മിറൽ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് അരാമാക്കി ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇനി മേൽ പറഞ്ഞവരെല്ലാം ഡെവിൾ ഫ്രൂട്ട് പ്ലസ് ഹാക്കി യൂസേഴ്സും ശക്തരായ മറൈൻ ഉദ്യോഗസ്ഥരും തന്നെയാണ്. അതുപോലെ മറൈൻസിനിടയിൽ തന്നെ അവരുടെ ബൗണ്ടി പോസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ നോട്ടബിൾ ആയിട്ടുള്ള ക്രോസ് ഗിൽഡ് മറൈൻ ബൗണ്ടീസ് പരിശോധിച്ചാൽ അതിൽ 1-ാം സ്ഥാനത്ത് മങ്കി ഡി ഗാർപ്പാണ്. 3 ക്രൗൺസ് ആണ് വാല്യൂ ആയി കാണിക്കുന്നത്. അതായത് ഏകദേശം 3 ബില്യൺ ബെറീസിനോട് അടുത്തു നിൽക്കുന്നു. കൂടാതെ ക്യാപ്റ്റൻ കോബി അഥവാ കോബി ദ ഹീറോ എന്നറിയപ്പെടുന്ന യങ് ജനറേഷനിലെ മറൈനായ ഇദ്ദേഹത്തിന്റെ വാല്യൂ 5 സ്റ്റാർ ആണ്, അഥവാ 500 മില്യൺ ബെറീസ്. അതുപോലെ അഡ്മിറൽ ഫിജിറ്ററ, ഫ്ലീറ്റ് അഡ്മിറൽ അക്കൈനു തുടങ്ങിയവർക്കും 3 ക്രൗൺസ് വീതം നൽകിയിട്ടുണ്ട്, അഥവാ 3 ബില്യൺ ബെറീസ് ആണ് ഇവരുടെയും വാല്യൂ. ഇനി ഫൈനൽ സാഗയിൽ ഇവർ ആരുടെ പക്ഷത്താവും ചേർന്ന് യുദ്ധം ചെയ്യുക എന്നതാണ് ഒരു ചോദ്യം. ഇതിൽ തന്നെ നല്ലവരായ ഒരു വിഭാഗം മറൈൻസ്, ഫോർ എക്സാമ്പിൾ ഫിജിറ്ററ, കോബി, ഗാർപ്പ്, സെങ്കോക്കു തുടങ്ങിയവരൊക്കെ ലൂഫിയുടെ സൈഡിലേക്കും ബാക്കിയുള്ളവർ ഇമൂന്റെ സൈഡിലേക്കും മാറാനാണ് സാധ്യത. ഒരുപക്ഷെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന പകുതിയോളം മറൈൻസ് നീക്കയുടെ സൈഡിലേക്ക് യുദ്ധത്തിന്റെ പകുതിയിൽ മാറാൻ സാധ്യത ഏറെ കൂടുതലാണ്. എന്തായാലും മറൈൻസ് എല്ലാവരും ജസ്റ്റിസ് അഥവാ നീതിയോടൊപ്പം ചേർന്ന് ഫൈറ്റ് ചെയ്യാനാവും ഒരുപക്ഷെ താല്പര്യപ്പെടുക. അക്കൈനുവിനെ പോലെയുള്ളവരെ ഒഴിച്ചാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആവാനാണ് ഏറെക്കുറെ ചാൻസ് ഉള്ളത്. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ മറൈൻസിനിടയിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് മറൈൻ ആരാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.